എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചൂട് കാലത്തും നോമ്പ് കാലത്തും ഒരുപോലെ ക്ഷീണം മാറ്റുന്നതും ഉന്മേഷം പകരുന്നതുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണ്. തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു കരിക്കാണ് ആവശ്യം. ഒറ്റ കരിക്കുണ്ടെങ്കിൽ ഒരു 4 പേർക്ക് നമുക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം ഈ കരിക്കിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കുക. കരിക്കിൻ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനിയും ബേസിൽ സീഡ് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ബേസിൽ സീഡ് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാമേ. എന്നിട്ട് ഇനിയും ചെയ്യേണ്ടത് ഒരു 125 ml വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 20 ഗ്രാം ജെലാറ്റിൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്ലേവറൊന്നും ഇല്ലാത്ത അൺഫ്ലേവേർഡായിട്ടുള്ള ഒരു ജെലാറ്റിൻ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാത്തത് നമുക്കിനി കരിക്കും വെള്ളത്തിൽ ഇത് യോജിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മധുരം വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ക്ലിയർ ആയിട്ടുള്ള അൺഫ്ലേവേർഡ് ജെലാറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും ജെലാറ്റിൻ ആ ഒരു മിക്സ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ 1 കപ്പ് കരിക്കും വെള്ളം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കരിക്കും വെള്ളം 1 കപ്പ് ഉണ്ടായിരുന്നു. ആ 1 കപ്പ് കരിക്കും വെള്ളത്തിലേക്ക് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കരിക്കും വെള്ളത്തിലേക്ക് യോജിപ്പിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്കൊന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസിൽ സീഡും കരിക്കിൻ്റെ കുറച്ച് പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ആ ബേസിൽ സീഡൊക്കെ താഴെ ചെന്നിങ്ങനെ അടിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യുമ്പം പ്രത്യേകം ഓർക്കുക, ഈ വെള്ളം ഒരു കുറച്ചൊന്ന് ജെല്ലാകാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ബേസിൽ സീഡും അതുപോലെ തന്നെ കരിക്കിൻ്റെ പീസും ആഡ് ചെയ്ത് കൊടുക്കാവൂ. എങ്കിലേ കറക്റ്റ് ലെയറായിട്ട് നമുക്ക് കിട്ടത്തുള്ളേ. ഞാൻ എന്നിട്ട് ആ ജെല്ല് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് സെറ്റാകാൻ വേണ്ടി. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് പാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഈ സമയത്ത് ജെല്ല് നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ ബേസിൽ സീഡ് കിടക്കുന്നുണ്ട്, താഴെ ആ ലെയറായിട്ട് മാത്രമാണ് കിടക്കുന്നത്. ഇങ്ങനെയല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെയ്താലേ നമുക്ക് കറക്റ്റ് ലെയറായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്ലാസ്സിലേക്ക് ആദ്യം ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഐസ് ക്യൂബൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. തണുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനിയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കരിക്കിൻ്റെ ജ്യൂസ്. എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നമുക്ക് ഉന്മേഷം പകരുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. നിങ്ങൾക്കിഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.